സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമേത്? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും, മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും, രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങൻ മുമ്പേ പോയാൽ ഭയമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ,
ഒരു മെമ്മോറിയലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഫോട്ടോ എല്ലാവരും കൃത്യമായിട്ട് വരികയും ചെയ്യണം. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യമായിട്ട് ഒരു വാക്ക് പറഞ്ഞു കൊള്ളട്ടെ. ഒന്നാമതായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നെ ഔസേപ്പി ഒരു ദിവസം വിളിച്ചേച്ചും പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ 100 വയസ്സ് തികയാണ്, ഇന്ന ദിവസമാണ് ഞാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ ഒരു ഡയറി പോലും നോക്കാതെ ഞാൻ പറഞ്ഞു ഞാൻ വന്നിരിക്കും. ഒന്നാമതേ ഞങ്ങളുടെ തലമുറക്കാരൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ മടിച്ച് നിൽക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരികയും എല്ലാവരെയും കാണുകയും വേണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം കൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് ഞാനിവിടെ വരാനുള്ള കാരണമെന്ന്. നിങ്ങൾക്ക് കുറേ അറിയാം, കാരണം നമ്മുടെ കണിയാമ്പറമ്പിലെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴെല്ലാം എന്നെ കാണാറുണ്ട്. കുറച്ച് പേർക്ക് വരും കാര്യങ്ങളും അറിയാം. എന്നാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ സെക്കൻഡ് കസിൻസാണ്. അതായത് എൻ്റെ അപ്പനും റേസ്യാമ്മയുടെ, നിങ്ങളുടെ വല്യമ്മച്ചിയുടെ അപ്പനും ചേട്ടത്തിയുടെ അനിയത്തിയുടെയും മക്കളാണ്. അത്ര അടുത്ത ഒരു ബന്ധമാണ്. ഇപ്പോൾ ഈ പിള്ളേരൊക്കെ നിങ്ങളെല്ലാം ഒരുമിച്ച് പറഞ്ഞതാണ്. ഞങ്ങളൊക്കെ ആ കുഞ്ഞിലെ കാലത്ത് ഇവിടുത്തെ വീടുകളിലെല്ലാം കയറി ഇറങ്ങി നടന്ന, അമ്മ വീടും തത്തമ്പിള്ളായതുകൊണ്ട് ഒരുപാട് കയറി ഇറങ്ങി നടന്ന വീടുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. എൻ്റെ ഒരു കടമയായിട്ടും കൂടെ ഞാൻ കരുതി വരാനായിട്ട്. ഇനി ഇത്രയും ആരോഗ്യമായിട്ട് ഇനിയും മുന്നോട്ട് പോകുന്തോറും ആരോഗ്യം കുറച്ച് കുറയുമല്ലോ. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല ആരോഗ്യത്തോടെ കാണാൻ പറ്റി. ഞങ്ങൾ എന്നെ നന്നായിട്ട് തിരിച്ചറിഞ്ഞു, സംസാരിച്ചു, എല്ലാം. ഇത് ദൈവത്തിൻ്റെ ഒരു വലിയ കൃപയും ദാനമാണ്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരാൾ വീട്ടിൽ ഇത്രയും മുതിർന്ന ഒരാൾ ഇരിക്കുക എന്ന് പറഞ്ഞാൽ, അതും വളരെ ഗ്രേസ്ഫുള്ളായിട്ട്, വളരെ ഗ്രേസ്ഫുൾ. ഇപ്പോൾ ഈ ഗ്രേസ്ഫുൾ ഏജിങ് എന്നും പറഞ്ഞ് ധ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. മുന്തിത്തള്ളിയവരെ ഗ്രേസ്ഫുൾ ആക്കുകയാണ്. മുന്തിത്തള്ളി ഗ്രേസ്ഫുൾ ആക്കുക. ഇതൊന്നും ചെയ്യണ്ട. ഷീസ് ഗ്രേസ്ഫുൾ. അവൾ ഗ്രേസ്ഫുള്ളാണ്. കാരണം ഞാനത് കാണുകയും ചെയ്തു. വളരെ ചലനാത്മകതയുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാളടുത്ത് നിന്നിരുന്ന ഉടനെ പുള്ളി മാറിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം വെരി ഹെൽത്തി എന്നുള്ളതാണ്. ഫിസിക്കലി ചില ഇൽനെസ്സൊക്കെ ഉണ്ടെങ്കിലും ജനറലി വെരി ഹെൽത്തിയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഇനിയും മുന്നോട്ട് നമുക്ക് വേണ്ടി ഈ അമ്മച്ചി ഇവിടെ ഇരിക്കണം. കൊച്ചു പിള്ളേർക്കും ഇനി മാതൃക കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കണം. അത് വലിയൊരു ആവശ്യമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇതിച്ചിരി ഞാൻ സമയം എടുക്കാം. ഞാൻ ഓർക്കുന്നു, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. അവസാനം വന്നപ്പോഴത്തേക്ക് പുള്ളി അവിടെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, സ്വരമൊന്നും പുറത്തോട്ട് വരില്ല. പക്ഷേ വളരെ ഗ്രേസ്ഫുൾ ആയിരുന്നു അതിൻ്റെ ഇരിപ്പ്. അപ്പോൾ ചിലരൊക്കെ പറയായിരുന്നു മാർപ്പാപ്പായ്ക്ക് റിട്ടയർ ചെയ്ത് കൂടായിരുന്നു എന്നും കൂടെ. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാണ് റിട്ടയർ ചെയ്യുന്നത്? കാരണം ഇപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നാൽ മതി, കണ്ടാൽ മതി. നമ്മൾ പറയാറില്ല അവിടെ നിന്ന് ഇരുന്നാൽ മതി എന്നും. ഇരുന്നിരുന്നേ മതിയായിരുന്നു, വല്ലതൊക്കെ മരിച്ചാലും അവിടെ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എന്തുമാത്രം ചെയ്യുന്നു, എന്തുമാത്രം ഓടി നടക്കുന്നതല്ല, നമ്മൾ ഗ്രേസ് ഫിൽഡായിട്ട് ഗ്രേസ്ഫുള്ളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വലിയ വാക്കിനൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. വാക്കൊന്നും വേണ്ട. വാക്കിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുക. നമ്മുടെയൊക്കെ വിചാരം വാക്കിലൂടെ കമ്മ്യൂണിക്കേഷൻ ഒന്നുമല്ല. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ദൈവം നമ്മൾ സന്നിധമായിരിക്കുമ്പോൾ, അമ്മച്ചിയിലും എന്നിലും നിങ്ങളെല്ലാവരിലും ദൈവ സന്നിധമായിരിക്കുമ്പോൾ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എവിടെ ആയിരുന്നാലും ഈ അമ്മച്ചിയുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലാണ്. അതങ്ങനെ ആയിരിക്കുകയും വേണം, ഓർക്കണം. എന്നിട്ട് ദൈവത്തിന് നന്ദി പറയുകയും ഈ അമ്മച്ചിയിൽ നിന്ന് പാഠങ്ങൾ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണം, പഠിക്കണം. നിങ്ങൾ കുഞ്ഞുങ്ങളെല്ലാവരും കേട്ടോ, അമ്മച്ചിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. അപ്പോൾ ഞാൻ പള്ളിയിലൊരു ചെറിയ പ്രാർത്ഥന നടത്തുന്നുണ്ട്. അപ്പോൾ അമ്മച്ചിയുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി. എനിക്ക് കുറച്ചൊക്കെ അറിയാമായിരുന്നു. അതായത് 25-ലാണ് ജനിച്ചത്. ഇന്ന ദിവസമാണ്. ഇപ്പം നമ്മൾ 100 വർഷം തികഞ്ഞിരിക്കുന്ന സമയമാണ്. അങ്ങനെയാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. പിന്നെ 19-ാം വയസ്സ് വിദ്യാഭ്യാസം പൂർത്തിയാക്കി വിവാഹിതയായി. 19-20 വിവാഹിതയായി. ഇവിടെ ചങ്ങനാശ്ശേരിയാണ് ഇപ്പോൾ സ്വന്തം നാട്. ആലപ്പുഴക്കാരത്തെയാണ്. ഒരേ ദിവസം ഇവിടെ നെരുമ്പറമ്പിലെ മലയിൽ നിന്ന് അതിൻ്റെ തലമുറക്കാരിവിടെ കണ്ടു ഞാനായിരുന്നു. രണ്ടുപേരുടെയും കല്യാണം ഒരു ദിവസമാണ് നടന്നത്. രണ്ട് കൂട്ടുകാർ രണ്ടുപേരും കൂടി ഇങ്ങോട്ട് ചങ്ങനാശ്ശേരിക്ക് പോന്നു. ഇതൊക്കെയെല്ലാം ദൈവത്തിൻ്റെ വലിയ പരിപാലനം. ഞാൻ NC തോമസ് സാറിനെ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. കോളേജിൽ ഞാൻ അന്ന് 61-ലെ പ്രീ യൂണിവേഴ്സിറ്റി എന്നൊരു കോഴ്സ് കോളേജ് ചെയ്ത സമയത്ത് NC തോമസ് സാറ് അവിടെ സ്റ്റാഫായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാമായിരുന്നു നമ്മുടെ സ്വന്തമാണെന്നൊക്കെ.
പിന്നെ ഒരു സാറാണ്, വലിയ പ്രൊഫസറൊക്കെ ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഞങ്ങൾ സെമിനാരിയിൽ നിന്നാണ് വരുന്നത് ഞാൻ. അപ്പോൾ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നിച്ച് ഗ്രൂപ്പായിട്ട് ഞങ്ങളങ്ങ് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും എനിക്കറിയാമായിരുന്നു, എൻ സി തോമസ് സാറിനെ അറിയാമായിരുന്നു. പിന്നീടൊക്കെ അതെല്ലാം കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞൊക്കെ കൊണ്ട് കാണും കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനൊരു വേറൊരു ഇൻസ്റ്റൻസ് കൂടെ പറയുകയാണ്. അതായത് ഞാൻ സെമിനാരിയിൽ പോകുന്നത് 1961 ആ സെമിനാരിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ സ്വന്തക്കാരെ എല്ലാം പോയി കണ്ട്, വീട്ടിലും എല്ലാം പോയി കണ്ട് യാത്ര പറഞ്ഞാൽ പോയത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞ് അവധി വന്നപ്പം വീണ്ടും തത്തമ്പള്ളിയിലെ അമ്മ വീട്ടിലും എല്ലായിടത്തും പോയി. അപ്പം നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക്, കരിക്കേടത്ത് വന്നപ്പോഴത്തേക്ക് പേരപ്പൻ അവിടെ ആ പേരപ്പൻ്റെ ചാരുകസേര കിടക്കുക. എന്നെ കണ്ട ഉടനെ എഴുന്നേറ്റു. എനിക്ക് 17 വയസ്സേ ഉള്ളൂ. 17 ഒരു കൊച്ചു പയ്യനെ കണ്ടപ്പോഴത്തേക്ക് പുള്ളി എഴുന്നേറ്റു. എന്നാ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നീണ്ട കൈയുള്ള വെള്ള ഷർട്ട് ഇട്ടിട്ടുണ്ട്, വെള്ളം കൊണ്ടു കൊടുത്തിട്ടുണ്ട്, സെമിനാരി വേഷം, സെമിനാരിക്കാരനാണ് എന്ന് പറഞ്ഞാൽ പുരോഹിതനായിട്ട് തന്നെ കരുതിയെന്നുള്ളതാണ്. അതൊക്കെ എന്തൊരു, ഞാനൊക്കെ വിറച്ചു പോയി. പുള്ളിയൊക്കെ എൻ്റെ മുമ്പിൽ എഴുന്നേക്കുന്നു, ഞാൻ വിറച്ചു പോയി. അപ്പം നോക്കണേ, ഇങ്ങനെയുള്ള വലിയ സുന്ദരമായ മാതൃകകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആ തുടർച്ചയാണിത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും ഒന്നും ആകത്തില്ല. കുഞ്ഞുങ്ങളൊക്കെ ഓർക്കണം കേട്ടോ പിള്ളേരെ, നിങ്ങൾ ഓർക്കണം, ഈ അമ്മച്ചിയൊന്ന് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാരണം അത് ഇപ്പം ദൈവം തന്നിരിക്കുന്ന സമയമാണ്. ചോദിച്ചും ഇപ്പോൾ നമ്മുടെ ഇരുത്തിയിരിക്കുക, അമ്മച്ചി എവിടെ ഇരുത്തിയിരിക്കുകയാണ്. അതും മക്കളുടെ ശുശ്രൂഷയിൽ തന്നെ ഇരിക്കുന്നു. അതൊക്കെ വലിയ അനുഗ്രഹമല്ലേ. പെൺമക്കളുടെ ശുശ്രൂഷയിൽ ഇരിക്കുന്നു, അമ്മക്കളുടെ ശുശ്രൂഷയും എല്ലാവരുടെയും ശുശ്രൂഷ എല്ലാം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ ലൈവ്ലിയാണ്, മോഹമാണ്, ഇരുന്ന് എല്ലാ തരത്തിലും. അതുകൊണ്ട് നമുക്ക് ഈ അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞാൻ ഔസേപ്പിക്ക് പ്രത്യേകം നന്ദി പറയുക, എന്നെ വിളിച്ചതിന്. അതെ, ഞാൻ പറഞ്ഞ ഏത് പ്രോഗ്രാമുകളെയും കട്ട് ചെയ്തിച്ച് വരുമെന്ന് പറഞ്ഞു. ഈ കുർബാന ഉണ്ടായിരുന്നു, 11 മണി കുർബാന. ഞാനത് വേറെ ആളെ ഏൽപ്പിച്ചിട്ടാണ്. ആ 11 മണിക്ക് കുർബാന കഴിഞ്ഞ് ഇറങ്ങിയാൽ പറ്റില്ല, അങ്ങനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അതിനെനിക്ക് വരേണ്ടതാണ്, എൻ്റെ ഉത്തരവാദിത്വമാണ്. അത് മാത്രമല്ല, എൻ്റെ ഒരു പ്ലഷറും കൂടാണിത്. അതുകൊണ്ട് നമുക്ക് ഈ അമ്മയെ പ്രതി ഒരുപാട് നന്ദി പറയണം, സങ്കീർത്തനങ്ങൾ ആലപിക്കണം. ഇപ്പം നമുക്ക് ഒരു ചെറിയ പ്രാർത്ഥന പള്ളിയിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചെറിയ പ്രാർത്ഥനയെല്ലാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശ എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് പോലെ ഭൂമിയിൽ വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം, ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേ. ഞങ്ങളുടെ കർത്താവും ദൈവമായ ഈശോനാഥ, നിന്റെ വലിയ കൃപയാൽ ഈ സമയത്ത് ഞങ്ങളെല്ലാവരും നീ ഇവിടെ ഒരുമിച്ച് വിളിച്ചു കൂട്ടി. അതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവ്, ഞങ്ങൾക്ക് ഈ അമ്മയിലൂടെ ലഭിച്ച നിരവധിയായ കൃപകളെയും നന്മകളെയും ഓർക്കുന്നാവുന്നതിനും അപ്പുറമാണ്. അതിനെയെല്ലാം ഞങ്ങൾ ഓർക്കുകയും ഇവളെ പ്രതി നിനക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ദീർഘായുസ്സായിട്ട് ഇവളെ ഞങ്ങൾക്ക് നൽകുകയും ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്ക് എല്ലാ അവസരത്തിലും വഴികാട്ടി മാർഗദർശിയുമായിട്ട് ഇവളെ തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇവൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, നീ പഠിച്ചതിൻ്റെ പ്രമാണങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സായിട്ടിരിക്കുവാൻ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ള ആ പ്രമാണം ഞങ്ങൾ ഓർക്കുകയാണ്. ഇവളിത്രയും ദീർഘായുസ്സായിരിക്കുന്നുവെങ്കിൽ അവിടെ പൂർവ്വരെയും മാതാപിതാക്കളെയെല്ലാം വേണ്ട വിധം സ്നേഹിക്കുകയും അവരെല്ലാം ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവേ, ഇവളെ പ്രതി ഞങ്ങൾ ഓരോരുത്തരും നന്ദി പറയുന്നു. മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായിട്ടുള്ള 4ഉം 5ഉം തലമുറ വരെ ഒരുപക്ഷെ എത്തിയിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ വലിയ അമ്മയായിട്ട് ഇവളെ നീ ഇരുത്തിയിരിക്കുമല്ലോ. നിൻ്റെ അമ്മ പരിശുദ്ധ മറിയാത്തിൻ്റെ കന്യാമറിയത്തിൻ്റെ സാന്നിധ്യം ഇവളോട് ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഇവളുടെ സാന്നിധ്യത്തിൽ നന്ദി പറഞ്ഞുകൊണ്ടും ഭാവിയിലും ഞങ്ങൾക്ക് ഇവളെ തണലായിട്ട് നീ നൽകുന്നിടത്തോളം കാലം നിൻ്റെ പരിപാലനയിൽ ഇവളോട് ഞങ്ങൾ ചേർന്ന് നിന്ന് നിൻ്റെ കൃപയെ അനുഭവിക്കുന്നതിന് നിൻ്റെ സ്നേഹത്തിൻ്റെ വഴിയുടെ യാത്രയിൽ നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ തിമോത്തിയോസിന് പൗലോസ് എഴുതിയ
1-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിലെ ഏതാനും വചനങ്ങൾ വായിക്കുകയാണ്. അത് നിങ്ങൾ സൂക്ഷ്മതയോടെ കേൾക്കുക. അത് പൗലോസ് നൽകുന്ന ഉപദേശമാണ് മുതിർന്നവരോടും സഹോദരങ്ങളോടും ഒക്കെ എങ്ങനെ പെരുമാറണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് വായിക്കാൻ അതേക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനിക്കാമെന്ന് പോകുന്നു. അത് ശ്രദ്ധയോടെ കേൾക്കുക. ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നിന്നേക്കാൾ പ്രായമുള്ളവരെ ശകാരിക്കരുതേ, അവനെ പിതാവിനെ പോലെയും യുവാക്കന്മാരെ സഹോദരരെ പോലെയും പ്രായം ചെന്ന സ്ത്രീകളെ മാതാപിതാക്കളെ പോലെയും യുവതികളെ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പരിഗണിച്ച് ഉപദേശിക്കുക. യഥാർത്ഥത്തിൽ വിധവളായിരിക്കുന്നവരെ ബഹുമാനിക്കുക. എന്നാൽ ഓരോ വിധവയ്ക്ക് മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ ആദ്യമായി തങ്ങളുടെ കുടുംബങ്ങളോടുള്ള മതപരമായ കർത്തവ്യം എന്താണെന്ന് മനസ്സിലാക്കുകയും ഞങ്ങളുടെ മാതാപിതാക്കളുടെ കടമകൾ നിറവേറ്റുകയും ചെയ്യട്ടെ. അത് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ്. ഏകാഗ്നിയായ ഒരു യഥാർത്ഥ വിധവയാകട്ടെ ദൈവത്തിൽ പ്രത്യാശ വച്ചുകൊണ്ട് അപേക്ഷകളിലും പ്രാർത്ഥനകളിലും ദിനരാത്രങ്ങൾ ചെലവഴിക്കുന്നു. എന്നാൽ സുഖാനുഭവങ്ങളിൽ മുഴുകിയിരിക്കുന്നവൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. അവർ കുറ്റമറ്റവരായിരിക്കുവാൻ വേണ്ടി നീ ഇതെല്ലാം അവരെ ഉദ്ബോധിപ്പിക്കുക. ഒരുവൻ തൻ്റെ സ്വന്തക്കാരുടെയും പ്രത്യേകിച്ച് തൻ്റെ കുടുംബത്തിൻ്റെയും ആവശ്യം നിറവേറ്റുന്നില്ലെങ്കിൽ അവൻ വിശ്വാസം തെച്ചവനും അവിശ്വാസിയേക്കാൾ ഹീനനുമാണ്. 60 വയസ്സിൽ കുറയാതെ പ്രായമുള്ളവളും ഒരുവൻ്റെ മാത്രം ഭാര്യയായിരുന്നതുമായ സ്ത്രീയെ മാത്രമേ വിധവടഗണത്തിൽ ചേർക്കാവൂ. മാത്രമല്ല അവൾ സത്പ്രവർത്തികൾ വഴി ജനസമ്മതി നേടിയവളുമായിരിക്കണം. അതായത് സ്വസന്താനങ്ങളെ നന്നായി വളർത്തുകയും അതിഥി സൽക്കാരത്തിൽ താല്പര്യം കാണിക്കുകയും വിശുദ്ധയുടെ പാദങ്ങൾ കഴുകുകയും വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും എല്ലാവിധ സൽപ്രവർത്തികൾക്കും വേണ്ടി തന്നെ അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളവളായിരിക്കണം. എന്നാൽ പ്രായം കുറഞ്ഞ വിധവകളെ മേൽപ്പറഞ്ഞ് ഗണത്തിൽ പെട്ടുകൂടാ. കാരണം അവർ ക്രിസ്തുവിന് വിരുദ്ധമായ സ്വഭാവങ്ങൾ മെഴുകി വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചെന്ന് വരുന്നു. അപ്പോൾ അവർ തങ്ങളുടെ ആദ്യ വിശ്വസ്ത ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റക്കാരായി വിധിക്കും. കൂടാതെ അവർ അലസരായി വീട് തോറും കയറിയിറങ്ങി നടന്ന അലസർ മാത്രമല്ല അപവാദങ്ങൾ പ്രചരിപ്പിച്ചും മറ്റുള്ളവരെ കാര്യത്തിൽ അനാവശ്യം ഇടപെട്ടു അരിതമായ സംസാരത്തിൽ മുഴുകി നടക്കുന്നു. അതിനാൽ ചെറുപ്പക്കാരെ വിധകൾ വിവാഹം കഴിച്ച അമ്മമാരായവർ വീടുകൾ ഭരിക്കുന്നതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയായാൽ ശത്രുവിൻ്റെ കുറ്റപ്പെടുത്തുവാൻ അവസരമില്ലാതായിരിക്കും. എന്തെന്നാൽ ചില ആളുകൾ ഇതിനകം പിശാചിൻ്റെ മാർഗത്തിലൂടെ വഴുതിപ്പോയിരിക്കുന്നു. വിശ്വാസിനിയായ ഏതെങ്കിലും സ്ത്രീക്ക് വിധകളായ ബന്ധുക്കളുണ്ടെങ്കിൽ അവൾ അവർക്ക് വേണ്ടി സഹായം നൽകണം, അല്ലാതെ സഭയെ ഭയപ്പെടുത്തരുതേ. അപ്പോൾ യഥാർത്ഥ വിധവളെ സഹായിക്കുന്നതിന് സഭയ്ക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും. പ്രിയമുള്ളവരെ, കുടുംബത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഞങ്ങളുടെ അമ്മയായ മറിയമേ, സ്ലിഹന്മാരെ, സർവ്വവിശുദ്ധരെ, നിങ്ങളുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈ മേലോടും ഇവിടെ തലമുറ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും മേലും നിൻ്റെ കൃപ ധാരാളമായി വർഷിക്കപ്പെടട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ, കന്യാമാതാവേ, ആവേ മരിയ, കന്യാമാതാവേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ.
ജീവിതം, ക്രൈസ്തവ ജീവിതം തുടങ്ങിയത് പള്ളിയിലാണ് തുടങ്ങിയത്. ഇപ്പോൾ നിർണായകമായ ഒരു പ്രായത്തിൽ 100 വയസ്സ് കഴിഞ്ഞപ്പോൾ പള്ളി, വിവാഹത്തിന് പള്ളി, നിർണായകമായ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളും പള്ളിയിൽ നമ്മൾ ഉപയോഗിച്ചു. നമ്മൾ അതിലൂടെ ഒരു വലിയ കാര്യം ഏറ്റുപറയുക. ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഒക്കെയും എന്തെങ്കിലും ആയിരിക്കും, അല്ലാതെ ആർക്കും ഒന്നുമില്ല. ഇത് വെറും ഭംഗിവാക്കല്ല, ഇതാണ് യാഥാർത്ഥ്യം. ഇത് തൻ്റെ ജീവിതത്തിലൂടെ ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ ഒരു മഹത് വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. അപ്പൻ്റെ 8 മക്കളിൽ 3ാമത്തവൾ. ലിയോ 13 ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം. അതിനുശേഷം എറണാകുളത്ത് സെൻറ്റ് തെരേസ കോളേജിലെ കോളേജ് വിദ്യാഭ്യാസം BCom കോമേഴ്സ് പഠിച്ചാണ്. ഒരു കോമേഴ്സ്, അപ്പം നമ്മൾ വിചാരിച്ചു ഒന്നും ചെയ്തില്ലല്ലോ, ചെയ്തു. വലിയൊരു കോമേഴ്സാണ് ഒരു കുടുംബം വേണ്ട വിധത്തിൽ സ്ഥാപിച്ച് വളർത്തി നടത്തി എടുക്കാം. അതിന് വലിയ കോമേഴ്സൊന്നുമില്ല. അപ്പോൾ ആ കോമേഴ്സിൽ ഏറ്റവും വൈദഗ്ധ്യം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അമ്മച്ചിയുടെ സാന്നിധ്യവും പരിലാളനയും അനുഗ്രഹവും വളരെ പ്രധാനപ്പെട്ടു. എല്ലാവരും ആ പാദത്തിലേക്ക് വരും. ഏത് പ്രധാനപ്പെട്ട കാര്യം അനുഗ്രഹത്തിനായിട്ട്. ആ അമ്മച്ചിയുടെ ഈ 100 വയസ്സ് പൂർത്തിയാക്കുമ്പോൾ ഇപ്പോഴും ആരോഗ്യവതിയായിരിക്കുന്നു എന്നത് അതിന് വലിയൊരു കാര്യം തന്നെയാണ്. ശാരീരികമായ ആരോഗ്യം, അതിന് ആത്മീയമായ ആരോഗ്യവും മാനസികമായ ആരോഗ്യം അതിൻ്റെ പിൻബലമാണ്. അത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ നല്ല മാതൃക. KJ ജോസഫ് സാറിൻ്റെയും മറിയമ്മയുടെയും മകളായിട്ട് ജനിച്ചു. അവരിൽ നിന്ന് കിട്ടിയ നന്മകൾ, ആ കനിയാമ്പറമ്പ് കുടുംബത്തിൻ്റെയും ഒപ്പം പുത്തൻപുരയ്ക്കൽ കുടുംബത്തിൻ്റെയും നന്മകൾ ഒന്ന് ചേർന്ന് അതിൻ്റെ നന്മകളെല്ലാം കൈമാറി കിട്ടിയ ആ 8 മക്കളിലൊരാളാണ്. അടുത്ത തലമുറയിൽ 6 മക്കളും പിന്നീട് 8 മക്കളും, അങ്ങനെ 4, 5 തലമുറയിലേക്ക് വരെ എത്തി നിൽക്കുന്ന ഒരു ജീവിതം വളരെ ധന്യമായിട്ടുണ്ട്. ഇതേക്കുറിച്ച് നമ്മൾ നന്ദി പറയുവാനാണ് ഈ സമയത്ത് കൂടിയിരിക്കുന്നത്. നമ്മളൊരു ചെറിയ പ്രാർത്ഥനാ സമ്മേളനം മാത്രമാണ് ഇവിടെ നടത്തുന്നത്. കുർബാനയിലെ പോലെ അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങും. സ്വർഗസ്നായ പിതാവേ, സർവാധിപനായ ഗീതം ആലപിക്കുമ്പോൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോഹനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ
അങ്ങയുടെ മഹനീയ തൃത്വത്തിൻ്റെ സമൂജമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തേലും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാദം സ്വസ്ത്യനുമെന്നെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരശയിലോ നരനൊരുവനിലോ ശരണം തേടാൻ നല്ലതോ ഉചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം, ദൈവം നിത്യൻ സ്തുത്യർഹൻ. നാഥൻ വീണ്ടും ചേർക്കുന്നു, പണിയുന്നോർ സ്നേഹമറിയവൻ കരുണാവാരിയവനല്ലോ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കുറഞ്ഞ പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞോടിയോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിനെ നാളുന്ന സൃഷ്ടാവാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എല്ലാവരും ഒരുമിച്ച് സർവാധിപനാം ഉച്ചത്തിച്ചില്ല. സർവാധിപനാം കർത്താവേ, ഉത്താനം നീ അരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. കർത്താവേ എന്ന് പറയുന്നു ഉത്തമമാകുന്നു. അത്യുന്നതാം നീയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതലേക്കുമാമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുമേകുന്നു. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെ നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പാർവതീമാവേ, പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സമൃദ്ധനായി വസിക്കുന്ന പരിശുദ്ധനും സുധീരനും ബലവാനവർദ്ധമായ കർത്താവിയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷി അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
ഇതുപോലെ സുവിശേഷം വായിക്കുമ്പോൾ എല്ലാവരും വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവിശോയുടെ സുവിശേഷം. ശിമിയോനും അന്നായി. യെറുസലേമിൽ ശിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ അഭിഷിക്തനെ കാണുന്നവരെ മരിക്കുകയില്ല എന്ന് പരിശുദ്ധാത്മാവ് അവനെ വെളിപ്പെടുത്തിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ അവൻ ദേവാലയത്തിലേക്ക് വന്നു. നിയമപ്രകാരമുള്ള അനുഷ്ഠാനങ്ങൾക്കായി ശിശുവായ യേശുവിനെ മാതാപിതാക്കന്മാർ ദേവാലയത്തിൽ കൊണ്ടുവന്നു. ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്തെന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അത് വിജാതിയർക്ക് വെളിപാടിൻ്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിൻ്റെ മഹിമയും ആണ്. അവനെക്കുറിച്ച് പറയപ്പെട്ടതെല്ലാം കേട്ട് അവൻ്റെ പിതാവും മാതാവും അത്ഭുതപ്പെട്ടു. ഫുനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന എന്നൊരു പ്രവാചികയും അവിടെ ഉണ്ടായിരുന്നു. ഇവൾ കന്യകാപ്രായം മുതൽ 7 വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു. 84 വയസ്സായ ഈ വിധവ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. അവൾ അപ്പോൾ തന്നെ മുന്നോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ നമ്മുടെ വിചിന്തനത്തിനായിട്ട് വായിച്ചത് ലൂക്കായിൽ അറിയിക്കപ്പെട്ട സുവിശേഷത്തിലെ ഈശോയുടെ ദേവാലയത്തിലെ സമർപ്പണത്തെക്കുറിച്ചുള്ള വിവരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2 മുതിർന്ന ആളുകളെക്കുറിച്ചുള്ള കാര്യം. ശിമിയോനും അന്നായും. ഇവിടെ 2 പേരെക്കുറിച്ചും പറയുന്നത് അവർ 2 പേരും ദൈവാലയത്തിൽ തന്നെ സമയം ചെലവഴിച്ചു. വേറെ എങ്ങോട്ടും അവർ പോയില്ല. അന്നായാണെങ്കിൽ വിധവയായ കാലം മുതൽ ദൈവാലയത്തിൽ തന്നെ. ശിമിയോൻ വളരെ പ്രായം ചെന്നയാളായിരുന്നു. ഇവർ 2 പേരും നമ്മൾ കാണുന്നത് അവരുടെ ജീവിതം ദൈവത്തോട് ചേർത്ത് വെച്ചു. ദൈവമായിരുന്നു അവർക്ക് എല്ലാം. ദൈവമായിരുന്നു അവരുടെ സംരക്ഷകൻ. ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചുകൊണ്ടാണ് അവർ ജീവിച്ചത്. പ്രായമാകുന്നതിന് മുമ്പ് തന്നെ നമ്മളെല്ലാവരും അങ്ങനെ ആകണം. ഇന്നത്തെ സുവിശേഷം പള്ളിയിലെ കുർബാനയ്ക്ക് അതുമെല്ലാം കുർബാനയിൽ പങ്കെടുത്ത് കാണും. എന്തുവാണ് അവിടെ ആ സുവിശേഷ ഭാഗം നമ്മൾ കേട്ടത്? ഇന്നത്തെ സുവിശേഷം നിത്യരക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണമെന്നൊരു നിയമജൻ ഈശോയോട് ചോദിക്കണം. നിയമജൻ ഈശോയെ തർക്കിക്കുക എന്നുള്ള ലക്ഷ്യമല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ഓർക്കുക, നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതെപ്പോഴും ചോദിക്കണം. അപ്പോൾ നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കളിലൂടെ സഭയിലൂടെ ഒക്കെ നമ്മളിത് മനസ്സിലാക്കിയിട്ടുണ്ട്. നിത്യരക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം? പക്ഷേ നമ്മളിത് മറന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മുൻപിരിക്കുന്ന അമ്മച്ചിയെ കാണുമ്പോൾ ഞാൻ പറയും, ഈ ചോദ്യം അവളോട് തന്നെ കുഞ്ഞിലേ മുതൽ ചോദിച്ച് പരിശീലിച്ച ഒരു വ്യക്തിയാണ്. കുഞ്ഞിലേ മുതൽ മാതാപിതാക്കൾ മുതൽ പഠിച്ചു. അവളുടെ ലക്ഷ്യം മുഴുവനും നിത്യരക്ഷ പ്രാപിക്കുക. യാതൊരു സംശയമില്ല. ആ കാലങ്ങളിലെ പ്രത്യേകിച്ചും അതുപോലെയുള്ള കുടുംബങ്ങൾ പരിശീലിപ്പിക്കപ്പെട്ട് വരുന്ന ആണാണേലും പെണ്ണാണേലും അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നിത്യരക്ഷ പ്രാപിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ തൊഴിൽ ചെയ്യുന്നതും കുടുംബം സ്ഥാപിക്കുന്നതും വളർത്തുന്നതും എല്ലാം അതിനു വേണ്ടി തന്നെയാണ്. അവർക്കും അവരുടെ തലമുറകൾക്കും നിത്യരക്ഷയ്ക്കുള്ള മാർഗം അറിയുവാനും അതനുഭവിച്ച് ജീവിക്കുവാനും വേണ്ടിയാണ് അവരെല്ലാവരും പരിശീലിച്ചത്. അവർ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ അമ്മച്ചി അങ്ങനെ തന്നെ ജീവിച്ചാലാണ് എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. മക്കൾക്ക് തീർച്ചയായിട്ടും അറിയാം.
പരിശീലനമാണല്ലോ എല്ലാവരും പഠിച്ചു. അതുകൊണ്ട് നമുക്കൊരുമിച്ച് ചേർന്ന് ഈ അമ്മച്ചിയോട് ചേർന്നുകൊണ്ട് സർവസ്വർഗീയങ്ങളോട് ചേർന്നുകൊണ്ട് ദൈവത്തിൽ നന്ദി പറയുകയും ശ്രമിക്കുകയും നമുക്ക് ഈ കുടുംബത്തിൽ നിന്നും മരണം മൂലം കടന്നുപോയി ഈശ്വര ഭർത്താവ് എൻസി തോമസ് ലെനിബർ, അതുപോലെ തന്നെ അമ്മച്ചിയുടെ അമ്മ, പിതാവ്, സഹോദരങ്ങൾ, അങ്ങനെ ആ പല ലെവലിൽപ്പെട്ട ആളുകളൊക്കെയും മറന്നുപോയ കുഞ്ഞിലെ എല്ലാം ഒരുമിച്ച് ജീവിച്ചവരൊക്കെ ഒരുപാട് പേര് മരണം മൂലം കടന്നു പോയിട്ടുണ്ട്. നമുക്ക് അവരുടെ എല്ലാം സാന്നിധ്യം ഇപ്പോൾ ഏറ്റുപറയാം. അവരോട് ഒത്തുചേർന്ന് നമുക്ക് ദൈവത്തിന് സ്തുതി അർപ്പിക്കാം. തീർച്ചയായിട്ടും അവരെല്ലാവരും ആത്മന ഇവിടെ ഉണ്ട്, യാതൊരു സംശയമില്ല. നമ്മുടെയൊക്കെ ഉറപ്പ് അവരെല്ലാം കർത്താവിനോട് ചേർന്നിരിക്കുന്നുണ്ട് എങ്കിൽ അവരിവിടെ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ അവരോടൊന്നും ചേർന്നുകൊണ്ട് നമുക്ക് ഈ അമ്മയെ പ്രതി നന്ദി പറയും. ഒപ്പം ഇവർക്ക് ഇനി ദൈവം നൽകുന്ന സമയം ഇതുപോലെ ഇനിയും കൂടുതൽ തീവ്രമായുള്ള തീക്ഷ്ണതയെരിഞ്ഞ് കർത്താവിൽ അങ്ങനെ വിലയം പ്രാപിച്ച് ഈ ഭൂമിയിൽ തന്നെ വിലയം പ്രാപിക്കുവാനും അവസാനം കർത്താവ് വിളിക്കുന്ന സമയത്ത് ഇതാ ഞാൻ മറിയം പറഞ്ഞതുപോലെ, മറിയം ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായ പറഞ്ഞ പോലെ ആ കർത്താവ് വിളിക്കുന്ന സമയത്ത് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്വയം സമർപ്പിക്കുന്നതിന് അവർക്ക് ഇടവരണം തീർച്ചയായിട്ടും ഉണ്ടാകും. അങ്ങനെ ആ അമ്മയുടെ ജീവിതം കണ്ട് പഠിച്ചവർ, അത് കണ്ട് ആനന്ദിക്കുന്നവർ, സന്തോഷിക്കുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോൾ അത് കണ്ടു. എന്തൊരു സന്തോഷമാണ് എല്ലാവരും. അമ്മയുടെ മുഖത്തും അതുകൊണ്ട് പറഞ്ഞ പോലെ വളരെ ഗ്രേസ്ഫുൾ ലിവിങ്. അതിന് ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞു, ആ ഗ്രേസ്ഫുൾ ലിവിങ് ആൻഡ് ഗ്രേസ്ഫുള്ളി കണ്ടിന്യൂയിങ് ദാറ്റ് ആൻഡ് ഗ്രേസ്ഫുള്ളി അവസാനം കർത്താവിൽ ചേരുവാൻ. അതുകൊണ്ട് ഈ അമ്മച്ചിയെ പ്രതി നന്ദി പറയുകയും അമ്മച്ചിക്ക് വേണ്ടി തുറന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കരങ്ങൾ അവളെ നമുക്ക് സമർപ്പിക്കുകയും ചെയ്യാം എന്ന് കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ അമ്മച്ചിക്ക് ഞാൻ ഈ ദിവസത്തിൻ്റെ ഈ 100 വയസ്സ് തികയുന്ന ദിവസത്തിൻ്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നതാണ്. എല്ലാവരും എഴുന്നേൽക്കുക. ഇനി അമ്മച്ചിക്ക് ആശീർവാദം കൊടുക്കുന്ന ചെറിയ പ്രാർത്ഥനയാണ്. സർവേശ്വരനായ കർത്താവേ, ആത്മശരീരങ്ങളെ സുഖമാക്കുന്ന വൈദ്യ, പരസ്യജീവിതകാലത്തിനെ സമീപിച്ച എല്ലാവരെയും സൗഖ്യം നൽകുകയും സഹായിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്ത അതീവ ശ്രദ്ധാലുമായിരുന്ന നിന്നെ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. വേദനിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും നിനക്ക് സമർപ്പിക്കുന്നു. ഇപ്പോൾ നീ നൽകിയ ആയുസ് അതിൻ്റെ പുറനിലെത്തിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരിയെ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവൾക്ക് ഇനിയും നൽകുന്ന കാലങ്ങൾ എപ്പോഴും നിന്നോട് ചേർന്ന് നിന്നെ സ്തുതിച്ചു ആരാധിച്ച് നിനക്ക് നന്ദി പറയുന്നുകൊണ്ടും സദാ ജീവിക്കുവാനിടയാക്കണമേ. ഇവൾക്ക് മക്കളെയും കുഞ്ഞുമക്കളെയും അവിടെ തലമുറകളെ അനേകം നൽകി അനുഗ്രഹിച്ചതിനോട് നിനക്ക് നന്ദി പറയുന്നു. കഥാമീശോമിശിയായ നിന്റെ മുൻരക്തത്താൽ വീണ്ടെടുത്ത നിന്റെ ദാസിയുടെ മേൽക്കനി ഉണ്ടാകണമേ. നിനക്കും നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച ഭാവമായി കുമ്പത്തനും പ്രവാദകൃഷായിക്കും ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃത്യയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്നേഹമുള്ളവർ, ഇടവകയുടെ മുത്തശ്ശിക്ക്, പ്രിയപ്പെട്ട അമ്മച്ചിക്ക്, തുരുത്തി മർത്താമറിയം ഇടവകയിലെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ 100ാം ജന്മദിനത്തിൻ്റെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഞങ്ങളുടെ ഇടവകയുടെ പ്രത്യേകമായിട്ടുള്ള സ്നേഹാശംസകൾ പ്രാർത്ഥനാപൂർവ്വം അമ്മച്ചിക്ക് നേരുന്നു. അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ, ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിരുന്നോനേ, ഏകമായി വണങ്ങി പാടിലാമെന്നും പരിപാലകനല്ലോ സ്തുതി എന്നും അവന് താനുന്നതനല്ലോ കൃപ
ദൈവത്തിനു സ്തോത്രം പാടിടുവിൻ. അവൻ വല്ലവനല്ലോ ദയയെന്നുമുള്ളവൻ. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിരുന്നോനേ, ഏകമായി വണങ്ങി പാടിടാമെന്നും, ഏകമായി വണങ്ങി പാടിടാമെന്നും. She has been the heart of our family, the keeper of our stories, and the gentle hand that has guided us through life's ups and downs. Her presence is a gift we cherish deeply, and her legacy is the one we carry proudly. Today, we don't just celebrate her age, we celebrate the life that she has lived and the love she continues to give us so freely. Thank you, Ammachi, for being our light. Ammachi was born exactly 100 years ago on 22nd June 1925 as the third child of Mr. K.J. Joseph Kanyambarakil and Mrs. Mary Joseph Puttamburikil. She was blessed with 7 siblings and shared her childhood surrounded by love and laughter. She completed her schooling at St. Michael's and St. Joseph's High School, Alleppey, and we are very proud to say that she is a graduate in economics from St. Teresa's College, Ernakulam, an inspiring achievement for a woman of her time. On 4th June 1945, she married Mr. N.C. Thomas Nerembarakil Thurthi, our beloved great-grandfather, who was a retired chemistry professor from S.D. College, Chennasheri. Together, they built a family rooted in strong values, faith, and togetherness. She has been blessed with 8 wonderful children: the late Clarama, Joseph, Thomas, Rosemary, Bridget, Tessie, Louis, and Joe. Through every role as daughter, sister, wife, mother, grandmother, and great-grandmother, Ammachi has shown us what it means to live a life of purpose, kindness, and unwavering faith. Today, as we celebrate her century of life, we fondly remember her blessings, her sacrifices, and her endless love which binds us all together. May God continue to bless her, and may we strive to live by the values she has so beautifully known. Thank you, Ammachi, for everything you are to us. We love you deeply. Now, we invite everyone to please join us for lighting the lamp, a symbol of light, hope, and blessings for many more years of good health and happiness for our Ammachi. Dancing underneath the endless sky, all the colors they collide in a tapestry of moving light. Wonder, never know what it could hold. All the sapphire, emerald, gold, the stories waiting to be told.
every goodbye, all the mountains, the adventures, every moment to remember, every sunset, every sunrise, every new breath, every goodbye, all the mountains, the adventures, every moment to remember. It's a beautiful life. It's a beautiful life. We're holding on through all the years. Looking back brings me to tears. Oh, I wanna see this through. All I know is how I feel, and all I want is what is real. Oh, I'm gonna stand by you, even on your darkest days. You know that I will never change. Oh, I will love you the same. Oh, I will keep you safe for all my life, and you will have my heart for all the time, even on your darkest days. You know that I will never change. Oh, I will love you the same. Oh, I will love you the same. Tell me how the tables turned, how I've grown from lessons learned. Oh, I'll keep my faith in you, even on my darkest days. I know that you will never change. Oh, I will love you the same. Oh, I will keep you safe for all my life, and you will have my heart for all the time, even on your darkest days. You know that I will never change. Oh, I will love you the same. സെൻറ്റർ മാത്രമേ പഴയ ചില കാര്യങ്ങളാണ്
അന്ന് ജ്യേഷ്ഠൻ ജോസിച്ചാൻ്റെയും അനുജൻ തോമാച്ചിനെയും കൂടി വിവാഹം ഒരുമിച്ച് നടത്തി. അന്ന് ചേട്ടൻ വളരെ മെലിഞ്ഞതൊക്കെയായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, ഈ ചേട്ടി വലിയ ആളാകുമ്പോൾ കരി തേങ്ങ വലിയ മണ്ണോടെയാണ്. അപ്പം അങ്ങനെ അന്നത്തെ സൗന്ദര്യം ഇന്നും അതുപോലെ മായാതെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് പ്രധാന കാരണം ആ വീട്ടിലെ അറ്റ്മോസ്ഫിയർ അതിനെ കൺഫ്യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ഒരുപാട് നടന്നിട്ടുണ്ട്. ആദ്യമായിട്ട് റേഡിയോ കൺട്രോൾഡ് എയർപ്ലെയിൻ ഒരു എക്സിബിഷൻ SB കോളേജിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ് തോമച്ചന്ദ്രൻ. അദ്ദേഹം എൻ്റെയും കൂടി കെമിസ്ട്രി സാറായിരുന്നതുകൊണ്ട് ഒരു ദിവസം വാട്ടറിനെ കുറിച്ച് എഴുതാനായിട്ട് ഒരു എക്സ്റേ ഉണ്ടായിരുന്നു. ചെറിയ എക്സ്റേ. ഞാനതിന് വെള്ളത്തിൻ്റെ ഉപയോഗവും വെള്ളം ഒരുപാട് എഴുതി. തോമച്ചൻ്റെ വീട്ടിൽ നോക്കുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് പഠിക്കാൻ പറ്റുന്നത് കാര്യം അന്നൊക്കെ ഞങ്ങൾ മലയാളം മീഡിയത്തിൽ നേരെ കളഞ്ഞിരിക്കുകയാണ്. ഇംഗ്ലീഷൊന്നും വലിയ വശമില്ല. അതുകൊണ്ടൊക്കെ തീർത്തും പാപരത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തെ ഇംഗ്ലീഷിൻ്റെ ഞാൻ തെറ്റിദ്ധരിച്ചു. അതുപോലെ തന്നെ തോമച്ചൻ്റെ രസികനാണ് പ്രീ പ്രൊഫഷണൽ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു പഴയ കാലത്ത്. അതായത് മെഡിസിൻ, എഞ്ചിനീയറിംഗ് ഇതൊക്കെ പോകുന്ന ആളുകൾ ഒരു 3 മാസത്തെ കോഴ്സ് SB കോളേജിൽ അറ്റൻഡ് ചെയ്യണമായിരുന്നു. തോമച്ചൻ്റെ കെമിസ്ട്രിയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നും ലേറ്റായി വരുന്നത് കൊല്ലത്തു നിന്നുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ചെടിക്ക് പോലെ സിനിമയും ഹൈ ഹീൽ ഷൂസൊക്കെ വരുന്നു, വലിയ മോഡൽ. അങ്ങനെ വന്നു എല്ലാ ദിവസവും ലേറ്റ് ആയപ്പോഴേക്കും തോമച്ചൻ്റെ പറഞ്ഞു, ഇതിങ്ങനെ വന്നാൽ പോരാ, പങ്ക്ച്വലായിരിക്കണം. എന്നാലും ആ കുട്ടിക്ക് വരാനൊക്കെ കാരണം ട്രെയിൻ ലേറ്റ് ആയിരിക്കും. അന്നേരം ഒരു ദിവസം തോമച്ചൻ ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം? പുള്ളിക്കാരി പറഞ്ഞു, ഐ ആം പട്രീഷ്യ ഫെർണാണ്ടസ്. പെട്ടെന്ന് പറഞ്ഞാൽ പിടികിട്ടിയില്ല. പാടൻ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു പട്രീഷ്യ ഫെർണാണ്ടസ്. ഉടനെ തോമാച്ചൻ്റെ തിരിഞ്ഞ് ഒരു ചോക്ക് എടുത്ത് എഴുതി KMnO4 എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഓ, യു ആർ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അതിന് ഭയങ്കര ഒരു ബഹളം ആ കെമിസ്ട്രി ഹോളിൽ. അങ്ങനെ വലിയ രസികൻ കൂടിയായിരുന്നു തോമച്ചൻ്റെ. അങ്ങനെ അതുകൊണ്ടൊക്കെയാണ് ചേട്ടത്തിക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു കുടുംബത്തിൽ ജീവിക്കാനായിട്ടും അതെല്ലാം എൻജോയ് ചെയ്ത് ഈ രീതിയിൽ എത്തുന്നതിനായിട്ട് സഹായിച്ചത്. അതുകൊണ്ട് തോമാച്ചേട്ടനെയും ആ കുടുംബത്തിലുള്ള എല്ലാവരെയും ഞാൻ വളരെയധികം അനുമോദിക്കുകയാണ്. കാരണം ചേട്ടത്തിയുടെ ആരോഗ്യത്തിനും ലോങ് ലൈഫിനും കാരണം അവരൊക്കെ കൂടിയാണ്. തോമാച്ചേട്ടൻ പ്രത്യേകിച്ച് ഐ ഓൾവേസ് അഡ്മയർ ദാറ്റ് സെൻസ് ഓഫ് ഹ്യൂമർ ഇൻ തോമാച്ചേട്ടൻ. പക്ഷെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വലിയ ഗൗരവക്കാരനായ പ്രൊഫസറാണ്. പക്ഷേ അദ്ദേഹത്തെ ആരും മറക്കുകയില്ല. അങ്ങനത്തെ സെൻസ് ഓഫ് ഹ്യൂമറുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ചേട്ടത്തിക്ക് 1000 കൈകൾ